ഒരാളുടെ സൗന്ദര്യം കണ്ടു നിൽക്കുന്നവന്റെ മനസ്സിനെ അപേക്ഷിച്ചാണ് ഇരിക്കുന്നത് എന്നൊക്കെ നാം പറയെങ്കിലും വളരെ സുന്ദരന്മാരും സുന്ദരിമാരുമായിട്ടിരിക്കാനാണ് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കാറ്. സൗന്ദര്യം വർദ്ധിപ്പിക്കാനായിട്ട് നിരവധി മാർഗങ്ങളും ഇന്ന് ലഭ്യമാണ്. സൗന്ദര്യം കൂട്ടുന്നതിനുള്ള ശസ്ത്രക്രിയകളെക്കുറിച്ചാണ് ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ. ഇതേക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നത് ഡോക്ടർ ആർ ജയകുമാർ, പ്ലാസ്റ്റിക്, കോസ്മെറ്റിക് ആൻഡ് മൈക്രോവാസ്കുലർ സർജൻ, സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽ, കൊച്ചി. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. ഈ സൗന്ദര്യം വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ ഉള്ള സൗന്ദര്യം തന്നെ നിലനിർത്തി കൊണ്ടുപോകുക എന്നുള്ളത് എല്ലാവരുടെയും എപ്പോഴത്തെ ഒരു സ്വപ്നമാണല്ലോ അല്ലേ? അപ്പോൾ ഈ സൗന്ദര്യവർദ്ധനവിന് ശസ്ത്രക്രിയ എന്ന് പറയുമ്പോൾ ഏതെല്ലാം തരത്തിലുള്ള ശസ്ത്രക്രിയകളാണ് ലഭ്യമാകുന്നത്, അല്ലെങ്കിൽ ഏതെല്ലാം പ്രശ്നങ്ങൾക്കാണ് സാധാരണയായിട്ട്? നമുക്ക് തലയിൽ നിന്ന് താഴോട്ട് പോയാൽ തലമുടി കഷണ്ടി ഒരു മേജർ പ്രോബ്ലമാണ്. സോ അതിന് കഷണ്ടിക്ക് ചെയ്യുന്ന വളരെ കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ സർജറി എന്ന് പറയും. ഇന്ന് അത് വളരെ നൂതനമായ മാർഗത്തിലാണ് ചെയ്യുന്നത്. അതായത് ഓരോ ഈ ഞാർ നടുന്ന കണക്ക് ഓരോ റൂട്ടായിട്ട് നടുകയാണ്. അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തതായിട്ട് അറിയില്ല ചെയ്തിട്ടുണ്ടെന്ന്. അതിന് താഴോട്ട് വരികയാണെങ്കിൽ നെറ്റികളിലെ ചുളിവുകൾ, നമ്മൾ കുറച്ച് പ്രായം വരുമ്പോഴത്തേക്ക് ഒരു 40, 50, 60 വയസ്സാകുമ്പോഴത്തേക്ക് നെറ്റിയിൽ ചുളിവുകൾ വരും. ആ ചുളിവുകൾക്ക് സിമ്പിളായിട്ട് ചെയ്യുന്നത് ബോട്ടോക്സ് എന്ന് പറഞ്ഞ ഇഞ്ചക്ഷനാണ്. അത് പെർമനൻ്റ് അല്ല. ബോട്ടോക്സ് ഇഞ്ചക്ഷൻ എടുക്കുകയാണെങ്കിൽ ഒരു 5-6 മാസം കൂടുമ്പോൾ എടുത്തുകൊണ്ടിരിക്കേണ്ടി വരും. ഫോർഹെഡ്, നെറ്റി കഴിഞ്ഞാൽ നേരെ താഴോട്ട് വരുന്ന കണ്ണുകൾ നമ്മുടെ സൗന്ദര്യത്തിൻ്റെ വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു അവയവമാണ്. കണ്ണുകൾ എടുക്കുകയാണെങ്കിൽ കൺപോളകൾ, ഐലിഡ്സ്, നമ്മൾ പ്രായം വരുമ്പോഴത്തേക്ക് അപ്പർ ഐലിഡ്സ് അല്ലെങ്കിൽ ലോവർ ഐലിഡ്സ് ബാഗ്സ് ഉണ്ടാകും. സോ അത് കറക്റ്റ് ചെയ്ത് സൗന്ദര്യം വർദ്ധിപ്പിക്കാനായിട്ട് ചെയ്യുന്ന സർജറിക്ക് ബ്ലെഫറോപ്ലാസ്റ്റി എന്ന് പറയും. കണ്ണുകളുടെ താഴെ മൂക്ക് വളരെ വളരെ കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു മൂക്കിന് സൗന്ദര്യവർദ്ധന ശസ്ത്രക്രിയ. ഉദാഹരണത്തിന് മൂക്കിൻ്റെ അറ്റം, ടിപ്പ് കുറേ കൂടെ വെൽ ഡിഫൈൻഡ് ആയിട്ട് സ്കൾപ്റ്റഡ് ആക്കുക, അല്ലെങ്കിൽ ചപ്പിയിരിക്കുന്ന മൂക്കിനെ പൊക്കിയെടുക്കുക, അല്ലെങ്കിൽ ഒരു മൂക്കിൽ ഹംപ് അല്ലെങ്കിൽ ക്രൂക്കഡ് ആയിരിക്കുന്ന മൂക്കിനെ സ്ട്രെയിറ്റൻ ചെയ്യുക. സോ ഇതൊക്കെ റൈനോപ്ലാസ്റ്റിയിൽ ഉൾപ്പെടും. മൂക്ക് കഴിഞ്ഞാൽ നേരെ താഴെ ചുണ്ടുകളിൽ വളരെ കോമൺ ആയിട്ട് ചെയ്യുന്ന ശസ്ത്രക്രിയകൾ ഒന്ന് വളരെ തിക്കായ ലിപ്സ് ആണെങ്കിൽ ലിപ്പ് റിഡക്ഷൻ അല്ലെങ്കിൽ കട്ടി കുറയ്ക്കും. ചിലപ്പോൾ വളരെ തിന്നായ ലിപ്സ് കാണും, അതിനൊരു സാധാരണ പറയുന്ന ഒരു ക്രൂവൽ ലുക്ക് കൊടുക്കും, അതിന് ഫുൾ ലിപ്സ് ആക്കും. അല്ലെങ്കിൽ ലിപ്പ് ഓഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞ സർജറി ചെയ്യും. ലിപ്സ് കഴിഞ്ഞാൽ ചീക്സിൽ ചിലപ്പം ചീക്സ് ഹോളോ ആയിരിക്കും, വിച്ച് സംടൈംസ് ഒരു വളരെ ഒരു ഗോണ്ട് ലുക്ക് കൊടുക്കും. അതിനായിട്ട് ചീക്സിനെ ഫുള്ളാക്കാനായിട്ട്. ഡോക്ടർ, നമ്മുടെ ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കോളിന് ശേഷം തിരികെ വരാം. ഹലോ, ഡോക്ടറോട് സംസാരിച്ചോളൂ. പറയൂ. ഹലോ, ഞാൻ ജിദ്ദയിൽ അബൂർ എന്നാണ്. പറയൂ. ഹലോ, ഞാൻ ജിദ്ദയിൽ അബൂർ എന്നാണ്. പറയൂ. എന്റെ മുഖത്ത് ഇങ്ങനെ കുരു ഇങ്ങനെ പുറത്തേക്കില്ല, ഉള്ളിലേക്ക് ഉണ്ടാകുക. ഞാൻ ക്രീമി സ്കിൻ തേച്ചിരുന്നു. ഓക്കെ, ഇപ്പോഴെന്താണ് പ്രോബ്ലം? ഇപ്പൊ മുഖത്ത് പുറത്തേക്ക് കുരില്ല, അങ്ങനെ പുറത്തില്ല, ഉള്ളിൽ വല്ല വേദന, മുഖത്ത് കുരു ഉണ്ടാവും. മുഖക്കുരു ഉണ്ടാകും. ഉള്ളിലേക്ക് കാണില്ല, പക്ഷെ ഉള്ളിലേക്ക് ഉള്ളത് പുറത്തേക്ക് കാണില്ല, ഭയങ്കര വേദനയാണ്. ഓക്കെ, ഇത് എനിക്ക് പ്രശ്നം വ്യക്തമായിട്ടില്ല, മനസ്സിലായില്ല. മുഖത്തിന് ഉള്ളിൽ വേദനയാണെന്നാണ് പറഞ്ഞത്. മുഖക്കുരുവില്ല, പുറത്തേക്കില്ല. അന്നേരം അതിന് നല്ല ആരെങ്കിലും ഒരു കോസ്മെറ്റിക് പ്രശ്നമായിട്ട് വരില്ല, അത് അസുഖമായിട്ടാണ് വരുന്നത്. അതിന് ആരെങ്കിലും സ്കിൻ സ്പെഷ്യലിസ്റ്റ്, ഡെർമറ്റോളജിസ്റ്റിനെ കാണിച്ചിട്ട് അഡ്വൈസ് തേടണം. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ പറഞ്ഞു നിർത്തിയത് ലിപ്പിന്റെ ലിപ്പും അത് കഴിഞ്ഞാൽ ചീക്സ് ചിലപ്പോൾ ഹോളോ ആയിട്ട് വരാം. അതിനെ ഫുള്ള് ആക്കാനായിട്ട്, കുറച്ചുകൂടെ റൗണ്ടഡ് ആക്കാനായിട്ട് നമ്മുടെ ശരീരത്ത് നമുക്കെല്ലാവർക്കും ധാരാളം ഫാറ്റ് ഉണ്ടാകും. അത് ഫാറ്റ് വലിച്ചെടുക്കുക, ഫാറ്റ് ഹാർവെസ്റ്റ് ചെയ്തിട്ട് ഫാറ്റ് ഇഞ്ചക്ഷൻ, ആ ഫാറ്റ് തന്നെ നമ്മുടെ സ്വന്തം ഫാറ്റ് തന്നെ ഉപയോഗിച്ച് കുറേ കൂടെ ഉരുട്ടിയെടുക്കാൻ പറ്റും. അതിന് പകരം സിന്തറ്റിക്കായ ഡിവൈസസ് ഉണ്ട്, ഫില്ലേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. ബട്ട് നമ്മുടെ സ്വന്തം ശരീരത്ത് തന്നെ അവൈലബിൾ ഫാറ്റ് എപ്പോഴും പ്രിഫറബിൾ ആയിരിക്കും. 2 രീതിയിലും ചെയ്യാൻ പറ്റും. പിന്നെ വളരെ കോമൺ ആയിട്ട് വരുന്ന
ഒരു പ്രോബ്ലം ഫേഷ്യൽ റീജുവനേഷൻ. അല്ലെങ്കിൽ നമ്മൾ ഇന്നത്തെ ജീവിതം പലപ്പോഴും വളരെ സ്ട്രെസ്ഫുള്ളാണ്. ആൻഡ് നമ്മളൊരു ലേറ്റ് 30s, ഏർലി 40s, 50s, 50 വയസ്സ്, ലേറ്റ് 40s, 50s, 60s ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ പലപ്പോഴും ആൾക്കാർ ചോദിക്കും, ഭയങ്കര ക്ഷീണം തോന്നുന്നുണ്ടല്ലോ, ഉറങ്ങിയിട്ടില്ലേ? നമുക്ക് ക്ഷീണമൊന്നും കാണില്ല. ആക്ച്വലി ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ചാൽ, താഴെ നോക്കുകയാണെങ്കിൽ നെക്കിൽ ലൈൻസ് വരും, ഡബിൾ ചിൻ വരും, നമ്മുടെ യൂത്ത്ഫുൾ ടൈറ്റ് ജോ ലൈൻ പോയിട്ട് ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ജൗൾസ്, ഈ രണ്ട് ഭാഗം തൂങ്ങിക്കിടക്കും. ഈ രണ്ട് ഞങ്ങളുടെ ഭാഷയിൽ നേസോലേബിയൽ ഫോൾസ്, ഈ ഇവിടുത്തെ ഫോൾസ് രണ്ടും പ്രോമിനൻ്റ് ആകും. ഈ കണ്ണിൻ്റെ നേരെ താഴത്തെ ഭാഗം സാഗ് ചെയ്ത് തുടങ്ങും. സോ ഈ കാരണങ്ങളാലാണ് നമുക്കൊരു ടയർഡ് ലുക്ക് വരുന്നത്. ഇതിനെ കറക്റ്റ് ചെയ്യുന്നതിന് ഫേഷ്യൽ റീജുവനേഷൻ സർജറി എന്ന് പറയും. ഒരു ഉദ്ദേശം നമ്മുടെ ഇങ്ങനത്തെ ഇതിന് ധാരാളം പ്രൊസീജിയേഴ്സ് അവൈലബിൾ ആണ്. ഞാൻ സംസാരിക്കുന്നത് ഇതിൻ്റെ പോസിബിളി ആർഗ്യുവബിളി ദ ബെസ്റ്റ് പ്രൊസീജിയറാണ്. ഡോക്ടർ, നമുക്ക് മറ്റൊരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ ഹലോ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. ചോദിക്കൂ. ഞാൻ പുനലൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ചോദിക്കൂ. എന്റെ ഈ കവിളിലൊക്കെ ഈ മുഖക്കുരു വന്ന ഒരു പാടുണ്ട്. ഓക്കെ. അത് എങ്ങനെ മാറ്റാനൊക്കെ എന്നുള്ള കവിളിലുള്ള മുഖക്കുരുവിൻ്റെ പാട് പൂർണ്ണമായിട്ടും മാറില്ല. പല ഓയിൻമെന്റ്സ് തേച്ച് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ കുറഞ്ഞു കിട്ടും. എനിക്ക് തോന്നുന്നു നമ്മുടെ വിഷയം മനസ്സിലായിട്ടില്ല തോന്നുന്നു അല്ലേ? കാരണം നമ്മൾ ഈ സർജറികളെ കുറിച്ച് സംസാരിക്കുമ്പോൾ മുഖക്കുരു അതിനകത്ത് വിഷയമാകുന്നില്ല. ഇത് ഒരു സ്കിൻ പ്രോബ്ലമാണ്. നമ്മൾ സംസാരിക്കുന്നത് ശസ്ത്രക്രിയ വഴിയിലൂടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. ഓക്കെ. പിന്നെ ഡോക്ടർ, താഴേക്ക് വരുമ്പോൾ ഇപ്പോൾ വയറ് സ്ത്രീകളെയും പുരുഷന്മാരെ ഒരുപോലെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് കുടവയറും. കുടവയറുണ്ടാകുന്ന നമ്മൾ അതിൻ്റെ പ്രോബ്ലത്തെക്കുറിച്ച് കൂടുതൽ നോക്കുകയാണെങ്കിൽ, നമ്മൾ ഒരാളുടെ കട്ട് സെക്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും പുറമേ ഉള്ളത് നമ്മുടെ തൊലിയാണ്. അതിൻ്റെ ഉള്ളിൽ ഫാറ്റ് ഉണ്ടാകും. അതിൻ്റെ ഉള്ളിൽ നമ്മുടെ മസിലാണ്. അതിൻ്റെ ഉള്ളിൽ നമ്മുടെ കുടലാണ്. സോ ഫാറ്റ് അടിഞ്ഞു കൂടുന്ന രണ്ട് ഭാഗങ്ങളിലാണ്. ഒന്ന് നേരെ തൊലിയുടെ അടിയിൽ, മറ്റത് കുടലിൻ്റെ ഇടയിൽ. എഗെയിൻ ആണുങ്ങളിൽ കൂടുതലും കുടലിൻ്റെ ഇടയിലാണ് വരുന്നത്. അതുകൊണ്ടാണ് ആണുങ്ങളുടെ വയറ് ഒരു കുടം പോലെ ഇരിക്കുന്ന കുടവയറെന്ന് പറയുന്നത്. പെണ്ണുങ്ങളിൽ കൂടുതലും ഫാറ്റ് അടിയുന്ന തൊലിയുടെ അടിയിലാണ്. അതുകൊണ്ടാണ് പെണ്ണുങ്ങളുടെ വയറ് ഒരു ഇടിഞ്ഞു കിടക്കുന്നത്. പെണ്ണുങ്ങളുടെ രണ്ടുപേർക്കും രണ്ട് ഭാഗങ്ങളിലും ഉണ്ടാകും. ഇതിൽ നമുക്ക് അഡ്രസ്സ് ചെയ്യാവുന്ന, അതായത് സർജിക്കലായിട്ട് കുറയ്ക്കാവുന്നത് തൊലിയുടെ നേരെ അടിയിലുള്ള ഫാറ്റാണ്. ആണുങ്ങളിൽ സാധാരണ ലൈപ്പോസെക്ഷൻ മാത്രമേ വേണ്ടി വരത്തുള്ളൂ. മറ്റൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ. ചോദിച്ചോളൂ. എന്റെ കൈ വലത് തള്ളവരലിന്റെ താഴെ ഒരു ചെറിയൊരു മുഴയുണ്ട്. ഹലോ. യെസ് പറയൂ. അപ്പം ആ മുഴ 10, 28, 30 വർഷമായി മുഴ. ഇങ്ങനെയാ, ഈ കൂലിപ്പണിക്കാരനാണ്. അപ്പൊ അങ്ങനെ എനിക്ക് കൈയുടെ തഴമ്പ് പഴുത്ത് എനിക്ക് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടായിരുന്നു. കൈ പഴുത്തിട്ട് ഞാൻ ഓപ്പറേഷൻ ചെയ്തൊന്നുമില്ല. ഇങ്ങനെ ആ പഴുത്ത് വന്നതിന് ശേഷം ഞാനൊന്നും ചെയ്യാൻ പോയി. അപ്പോഴും തന്നെ പറ്റി അത് ഇരിയായിരുന്നു. ഓക്കെ. പൊട്ടാത്തലിരി. അത് പിന്നെ ലാസ്റ്റ് ഒരു ചെറിയ ചൊവ്വായി ചെറിയൊരു വട്ടിന്റെ അത്രയുള്ള ഒരു മുഴയായിട്ട് നിൽക്കുക വലത്തെ കൈ. അപ്പൊ അത് കൊണ്ട് വല്ല ദോഷം വല്ല ഉണ്ടാവുമെന്ന് അറിയാൻ വേണ്ടി വിളിക്കാം. നമുക്ക് ഈ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് നമുക്ക് ഇങ്ങനെ ഒരു TV പ്രോഗ്രാമിൽ കൂടെ നമുക്ക് അഡ്വൈസ് ചെയ്യുന്നത് പലപ്പോഴും അബദ്ധമാണ്, ഡേഞ്ചറസ് ആണ്. എൻ്റെ അഡ്വൈസ് അടുത്തുള്ള ഏതെങ്കിലും ഒരു ഡോക്ടറെ കാണിച്ചാൽ ഡോക്ടർ തന്നെ പരിശോധിച്ചിട്ട് വേണം തീരുമാനിക്കാനായിട്ട്. അല്ലാതെ നമ്മൾ ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ കൂടെ ഒരു മുഴയെക്കുറിച്ച് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് ശരിയല്ല. അത് ചിലപ്പോൾ ഒരു കോസ്മെറ്റിക് പ്രശ്നം മാത്രമാവാൻ വഴിയില്ല അല്ലേ ഡോക്ടർ? ഇപ്പം നമുക്ക് കഷണ്ടിക്കുള്ള സർജറിയെ കുറിച്ച് ഡോക്ടർ പറഞ്ഞു. എനിക്ക് തോന്നുന്നു യുവാക്കളിൽ വലിയ പ്രശ്നമാണ്. കാരണം ഒരു 25 വയസ്സ് 28 വയസ്സൊക്കെ ആകുമ്പോഴേക്കും കഷണ്ടി വരികയും അവരെ കണ്ടു കഴിഞ്ഞാൽ ഒരു 40s ഒക്കെ തോന്നുന്ന ഒരവസ്ഥ. അപ്പോൾ അതിന് സാധാരണ പണ്ട് പറഞ്ഞിരുന്നത് അസൂയയ്ക്കും കഷണ്ടിക്കും വരുന്നില്ല എന്നാണ്. അപ്പോൾ ഈ സർജറി എത്രത്തോളം വിജയകരമാവുന്നത്? സർജറി ചെയ്യുന്നത് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ പല രീതിയിലുണ്ട്. ബട്ട് സാധാരണ എടുക്കുന്ന ഹെയർ നമ്മുടെ ബാക്കിൽ ഈ ഭാഗത്തു നിന്നുള്ള ഹെയറാണ് എടുക്കുന്നത്. ഈ ഭാഗത്തു നിന്നുള്ള ഹെയർ എടുക്കുന്നതിൻ്റെ ഉദ്ദേശം നമ്മൾ കഷണ്ടി ആയാലും അവസാനം ലൂസ് ചെയ്യുന്ന ഹെയർ ഈ ബാക്കിലെ ഹെയറാണ്. സോ നമ്മൾ ഒരിടത്ത് നിന്ന് വേറൊരിടത്തോട്ട് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്താൽ ആ എടുക്കുന്ന ഡോണർ സൈറ്റിൽ ക്യാരക്ടർ ആയിരിക്കും
വെക്കുന്ന ഹെയറിന് ഉണ്ടാകുന്നത്. സോ ഇത് ഇവിടുന്ന് ഹെയർ ഹാർവെസ്റ്റ് ചെയ്യും, ഹെയർ എടുക്കും, എന്നിട്ട് അത് ഓരോ ഹെയർ ഫോളിക്കിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓരോ റൂട്ടായിട്ട് വേണ്ടെടുത്ത് നടും. ഓക്കെ. അപ്പോൾ ഡോക്ടർ ഇത് ഒറ്റ സിറ്റിങ്ങിലാണോ ഇത് കാര്യം നടത്തുന്നത്? ഇതിൻ്റെ പ്രൊസീജിയർ കുത്തിവെച്ച് മരവിപ്പിച്ച് ലോക്കൽ അനസ്തീസിയയിലാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് വളരെ ലെബോറിയസ് ആയ പ്രൊസീജിയർ, അതായത് വളരെയധികം സമയമെടുക്കും. കാര്യം ഈ ഹെയറിനെ എടുത്ത് ഓരോ റൂട്ടായി മാറ്റി പ്ലാന്റ് ചെയ്യാണ് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന സർജൻ ചെയ്യുന്നത്. സോ ഇത് സക്സസ്ഫുൾ ആണ്. സക്സസ്ഫുൾ എന്ന് പറഞ്ഞാൽ ഹെയർ പിടിക്കുന്നതിന് വലിയ ഇത് ഒരു ഡേഞ്ചറസ് സർജറി അങ്ങനത്തെ ഒന്നുമല്ല. ഹെയർ പിടിക്കും, പക്ഷേ ഇതിൻ്റെ വളരെയധികം സമയമെടുക്കും എന്ന് പറഞ്ഞാൽ പ്രൊസീജിയർ കുറേയധികം സമയമെടുക്കും. ഓക്കെ. ഒരു കോളിന് ശേഷം തിരികെ വരാം ഡോക്ടർ. ഹലോ. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ, ഞാൻ കോട്ടയത്ത് നിന്ന് വിളിക്കുവാണേ. പറയും ഡോക്ടർ, എനിക്ക് 20 വയസ്സുണ്ട്. ഡോക്ടർ, എന്റെ മുഖത്ത് ധാരാളമായിട്ട് മറുക് വരുന്നുണ്ട്. എന്താണെന്നത് അറിയത്തില്ല. ഇതുവരെ ഞങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ടില്ല. ഓക്കെ. ധാരാളം ഒരു 5 6 എണ്ണം ഉണ്ട്. അത് മുഴുക്കുന്നുണ്ട്, തടുപ്പുന്നുണ്ട്. ഓക്കെ. അഗെയിൻ നമുക്ക് ഇത് സർജിക്കൽ ശസ്ത്രക്രിയ പ്രശ്നമല്ല, നമ്മൾ ചോദിക്കുന്ന പ്രശ്നമാണ്. അതായത് മറുകൾ വരുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ നമ്മളൊരു സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സഹായം കിട്ടും. ഓക്കെ ഡോക്ടർ, പക്ഷേ ഈ മറുകളെ കുറിച്ച് പറയുമ്പോൾ കട്ടിയുള്ള പാടുകളായിട്ട് മുഖത്തൊക്കെ വരുന്ന ചില ഇതുണ്ടല്ലോ, അതിന് ഇത്തരം സർജറികൾ തീർച്ചയായിട്ടും. ഇപ്പം ഈ മറുകളെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് വലിയ മറുക തൊട്ട് ചെറിയ മറുകിലോട്ട് പോകാം. ചിലത് വളരെ വികൃതമാകും. അതായത് ജയന്റ് ഹെയറി നീവസ് എന്ന് പറയും. ചിലപ്പോൾ ഒരു മുഖത്തിൻ്റെ ഒരു സൈഡ് മുഴുക്കെ വൈരൂപ്യം ഉണ്ടാക്കുന്ന മറുകുണ്ടാകും. അതെടുത്ത് കളഞ്ഞ് പലപ്പോഴും അത് ക്യാൻസർ ആകാനുള്ള സാധ്യതകളും ഉണ്ട്. സോ അങ്ങനെയുള്ള മറുകൾ എടുത്തു കളഞ്ഞ് കഴിഞ്ഞിട്ട് ചിലപ്പോൾ സ്കിൻ ഗ്രാഫ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ വേറെ ടിഷ്യൂ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞ പ്രൊസീജിയേഴ്സ് ചെയ്യും. അങ്ങനെ അത് കറക്റ്റ് ചെയ്യും. ചെറിയ മറുകളാണെങ്കിൽ അത് നമ്മൾ വെറുതെ എടുത്ത് കളയത്തേ ഉള്ളൂ. എഗെയിൻ ഏത് മറുകാണെങ്കിൽ നമ്മൾ പ്യുവർ കോസ്മെറ്റിക് അല്ല, നമ്മൾ ഇത് ചോദിച്ച സ്ഥിതിക്ക് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് മറുകാണെങ്കിലും അതിൽ ചൊറിച്ചിൽ വരികയോ അല്ലെങ്കിൽ അതിനകത്ത് ബ്ലീഡിങ് ഉണ്ടാകുകയോ അല്ലെങ്കിൽ അത് പെട്ടെന്ന് വളരുകയോ ചെയ്യുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു സർജനെ കാണിച്ച് എടുത്ത് കളയേണ്ടതാണ്. കാര്യം അത് ചിലപ്പം വേറെ രീതിയിൽ ക്യാൻസറോ എന്തെങ്കിലും സാധ്യതയുണ്ട്. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ. ഹലോ. ചോദിച്ചോളൂ ഡോക്ടറോട്. ഡോക്ടർ ജയകുമാർ. അതെ, ഞാൻ സുധീഷ് കുമാർ തിരുവനന്തപുരത്ത് നിന്ന് വിളിക്കുന്നു. ചോദിക്കാം. എനിക്ക് അറിയാനുള്ളത് നമ്മളെ നോസ് ഷേപ്പ് ചെയ്യുന്നതിന് ചെലവ് വരും എന്നുള്ളതാണ് അറിയാനുള്ളത്. ഓക്കെ, ചിലവ് വരുന്നുള്ളതാണ്. നമുക്ക് നോസ് ഷേപ്പ് ചെയ്യുന്ന സർജറിയുടെ പേര് റൈനോപ്ലാസ്റ്റി എന്നാണ്. ഇതിൻ്റെ ചിലവ് നമുക്ക് ഒരു കടയിൽ പോയൊരു പേന ഉദാഹരണത്തിന് നമ്മൾ കടയിൽ പോയി ഒരു പേന വാങ്ങുകയാണെങ്കിൽ ഒരു 5 രൂപ തൊട്ട് ലക്ഷക്കണക്കിന് രൂപ വരെ വില വരുന്ന പേനയുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ റൈനോപ്ലാസ്റ്റി ചെയ്യുമ്പോഴത്തേക്ക് ആളെ കണ്ട് പരിശോധിച്ചാൽ മാത്രമേ എന്ത് ചിലവ് വരുമെന്ന് പറയാൻ പറ്റത്തുള്ളൂ. എന്നാലും ഒരു ഉദ്ദേശം ഒരു 30,000 രൂപ തൊട്ട് 1-1.5 ലക്ഷം രൂപ വരെ ചിലവ് വരാം. ഡോക്ടർ, ആൺകുട്ടികളിൽ ഒരു കൗമാരപ്രായമൊക്കെ കഴിയുമ്പോൾ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് സ്ഥാന വളർച്ച, അല്ലെങ്കിൽ പെൺകുട്ടികളിൽ നേരെ തിരിച്ചും ആവശ്യത്തിന് വളർച്ചയില്ലാത്ത പ്രശ്നം. ഇത്തരം പ്രശ്നങ്ങൾക്ക് ഇതിൽ ചികിത്സയുണ്ടോ? ഇത് വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. ആൺകുട്ടികളിൽ പലപ്പോഴും ബ്രസ്റ്റ് എൻലാർജ്മെൻ്റ് ഉണ്ടായ അതിന് പറയുന്ന ഗൈനക്കോമാസ്റ്റിയ എന്ന് പറയുന്നത് ഇത് വളരെ 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 ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതാണ്. ആൻഡ് സൈക്കോളജിക്കലായിട്ട് പ്രോബ്ലം പലപ്പോഴും സ്കൂളിലോ കോളേജിലോ പോകാൻ തന്നെ മടിക്കും, അല്ലെങ്കിൽ അവർ ഭയങ്കരമായ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യത്തില്ല. ഇതൊരു മേജർ പ്രോബ്ലമാണ്. ആൻഡ് പലപ്പോഴും അച്ഛനമ്മമാരോ അല്ലെങ്കിൽ റോങ് അഡ്വൈസ് കിട്ടും. അതായത് ഇത് വലുതാകുമ്പോൾ മാറിക്കോളും, കുറെ കൂടെ വലുതാകുമ്പോൾ മാറിക്കോളും, ഹെൽത്ത് ക്ലബിലൊക്കെ പോയിട്ട് മാറിക്കോളും. പലതരത്തിലത് കുറയും. പക്ഷേ ബ്രസ്റ്റ് ആയി കഴിഞ്ഞാൽ അത് പോകില്ല. അതിന് സർജിക്കലായിട്ട് തന്നെ കറക്റ്റ് ചെയ്യേണ്ടി വരും. അതിന് സാധാരണ ചെയ്യുന്ന പ്രൊസീജിയർ ലൈപ്പോസക്ഷൻ എന്ന് പറയും. വളരെ സിമ്പിളായ പ്രൊസീജിയറാണ്. ചെയ്ത് കഴിഞ്ഞിട്ട് അത് ചെയ്യുമ്പോൾ തന്നെ ആളുടെ സന്തോഷം
ഭയങ്കരമായ സന്തോഷം ഉണ്ടാകും. ഇതുപോലെ തന്നെ ഒരു പ്രോബ്ലമാണ് പെൺകുട്ടികളിൽ ബ്രസ്റ്റ് ഈ വലുതാക്കുന്നതിനേക്കാളും വലിയ ബുദ്ധിമുട്ടുള്ളത് ബ്രസ്റ്റ് റിഡക്ഷൻ പ്രൊസീജിയറാണ്. അതായത് മാനസികമായിട്ട് ഭയങ്കരമായ പ്രശ്നമാണ് വെരി ലാർജ് ബ്രസ്റ്റ് ഉണ്ടാക്കുന്നത്. ഇൻഫാക്റ്റ് പല ഡെവലപ്ഡ് കൺട്രീസിലും ഇന്ന് അത് കോസ്മെറ്റിക് സർജറിയിൽ നിന്ന് മാറി റീകൺസ്ട്രക്റ്റീവ് സർജറിയിലോട്ട് ഉൾപ്പെടുത്തി. അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് പറഞ്ഞാൽ ലോകത്തൊരിടത്തും കോസ്മെറ്റിക് സർജറിക്ക് ഇൻഷുറൻസ് കിട്ടത്തില്ല. വേറെസ് ബ്രസ്റ്റ് റിഡക്ഷൻ സർജറിക്ക് ഇന്ത്യയിലായിട്ടില്ല, ബട്ട് ഡെവലപ്ഡ് കൺട്രീസിൽ പലതിലും ബ്രസ്റ്റ് റിഡക്ഷൻ സർജറി ഇന്ന് ഇൻഷുറൻസ് പേയബിൾ ആണ്. കാരണം അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ ശാരീരികവും മാനസികവുമായ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇന്ന് റെക്കഗ്നൈസ്ഡ് ആണ്. സോ ഇറ്റ് ഹസ് ബിക്കം ഇൻഷുറൻസ് പേയബിൾ. ഡോക്ടർ അടുത്തൊരു കോളിലേക്ക് പോവാം. ഹലോ ഹലോ, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഓക്കെ ഓക്കെ. ഞാൻ എന്റെ മകൾക്ക് വേണ്ടിയിട്ട് വിളിക്കുന്നത് ഗുരുവായൂർ അടുത്തു നിന്നാണ്. മകൾക്ക് പിറവിയില് ചുണ്ട്, മൂക്ക് അതെല്ലാം കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. അപ്പൊ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ മൂക്ക് ഷേപ്പ് അല്ല, പിന്നെ ചുണ്ടും ശരിയായിട്ടില്ല. അത് പൂർണ്ണമായിട്ടും ശരിപ്പെടുത്താൻ പറ്റുമോ എന്താന്ന് അറിയാൻ വേണ്ടിട്ട്. ഓക്കെ. ഈ ജന്മന ചുണ്ടില് ക്ലെഫ്റ്റ് ലിപ്പ് ആയിരുന്നു? അതെ അതെ അതെ. ഓക്കെ ഓക്കെ. കുട്ടിക്ക് എന്ത് പ്രായമുണ്ട് ഇപ്പോൾ? ഇപ്പം 18 വയസ്സ്. 18 വയസ്സ്. അന്നേരം ചുണ്ടിന്റെ സർജറി ചെയ്ത് കാണും. കുട്ടിക്ക് ഒരു 3 മാസം. ഓക്കെ. അണ്ണാക്കിലും പ്രോബ്ലം ഉണ്ടായിരുന്നു? ഓക്കെ. ഇപ്പം സംസാരം വലിയ പ്രോബ്ലം ഇല്ല അല്ലേ? സംസാരം സാധാരണ രീതിയിലായിട്ടില്ല. ഓക്കെ. ഇതിന് ക്ലെഫ്റ്റ് ലിപ്പ് എന്നാണ് പറയുന്നത്. ക്ലെഫ്റ്റ് ലിപ്പും ക്ലെഫ്റ്റ് പാലറ്റും ഉണ്ടായിരിക്കും. സാധാരണ നമ്മളൊരു 3 മാസം 4 മാസം പ്രായമാകുമ്പം ചുണ്ട് കറക്റ്റ് ചെയ്യും. അറൗണ്ട് 1 വയസ്സടുപ്പിച്ചിട്ട് അണ്ണാക്ക് കറക്റ്റ് ചെയ്യും. പിന്നെ കുട്ടി ഒരു 15, 16, 17 വയസ്സടുപ്പിച്ച് മൂക്ക് കുറേ കൂടെ ഭംഗിയാക്കും. ഇതിൻ്റെ ഇടയ്ക്ക് വേറെ മോണയിലുള്ള എല്ലിനകത്ത് വിടവ് കാണും. സോ ആ ഭാഗത്ത് ബോൺ ഗ്രാഫ്റ്റ് ചെയ്യും. അങ്ങനെ ഒരു സ്റ്റേജസ് ആയിട്ടാണ് സർജറി ചെയ്യുന്നത്. പലപ്പോഴും റിഫൈൻമെൻറ്റ്സ് വേണ്ടി വരും. റിഫൈൻമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഇമ്പ്രൂവ്മെൻറ്റ്സ് ചെയ്യാനായിട്ട്. ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ ചുണ്ടിന് പോരായ്മയുണ്ടെന്ന്. ചുണ്ട് ഒരു ഡെഫിനറ്റായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരിക്കലും ഈ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്നുള്ള സ്റ്റേജ് വരെ എത്താൻ ഇന്ന് ശാസ്ത്രത്തിന് കഴിയില്ല. മറ്റൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ ഹലോ ഹലോ. ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. ഹലോ ഹലോ. ചോദിച്ചോളൂ. ഡോക്ടർ, ഞാൻ കൊല്ലത്തുനിന്ന് വിളിക്കുവാണ്. ചോദിക്കൂ. എനിക്ക് എന്റെ 2ാമത്തെ ഡെലിവറി കഴിഞ്ഞതോടെ എന്റെ തലയിലെ മുടിയൊക്കെ ഒരുപാട് പോയി. അപ്പൊ ഫ്രണ്ടില് വളരെ കുറവാ മുടി. അപ്പൊ എനിക്കൊരു വിഷമമുണ്ട് മുടി കഷണ്ടി ചെയ്യാന്നുള്ളതൊക്കെ വെച്ചിട്ട്. അപ്പൊ ഡോക്ടർ പറഞ്ഞല്ലോ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്ന കാര്യം. അത് ഡോക്ടർ എങ്ങനെയാ അതിന്റെ ചെലവൊക്കെ എങ്ങനെയാ? ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ചെലവിൻ്റെ കാര്യം എത്രമാത്രം വേണ്ടി വരുമെന്ന് കണ്ടാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. എന്നാലും ഇത് അത്ര ചീപ്പല്ല. കാര്യം കുറേ സമയം എടുക്കുന്ന പ്രൊസീജിയറാണ്. ഒരു 10-50,000 രൂപയെങ്കിലും വരും. ഓക്കെ. ഇതിപ്പോ ഡോക്ടർ പുരുഷന്മാരുടെ കാര്യം പറഞ്ഞതിനേക്കാൾ സ്ത്രീകൾക്ക് ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ വളരെ മാനസിക പ്രശ്നം ഉണ്ടാക്കുന്നതാണ് അല്ലേ? അതിനപ്പോ ഈ സർജറി കൂടെ പരിഹരിക്കാൻ പറ്റും അല്ലേ? പരിഹരിക്കാൻ പറ്റും. ഓക്കെ. ഇപ്പൊ ഡോക്ടർ ഈ ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ച് തന്നെ ചോദിക്കട്ടെ. ഇത് എത്ര ദിവസം എടുക്കും അല്ലെങ്കിൽ എത്ര മാസങ്ങൾ എടുക്കും മുടി കുറച്ച് വളർന്നു വരാൻ വേണ്ടി? ഓക്കെ. അതായത് നമ്മൾ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്താൽ, ഇന്ന് ട്രാൻസ്പ്ലാന്റ് ചെയ്താൽ ഒരു 3 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് വെച്ച് മുടിയെല്ലാം പൊഴിഞ്ഞു പോകും. അതായത് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് ഹെയർ എല്ലാം പൊഴിഞ്ഞു പോകും. പിന്നെ ഒരു 3-4 മാസം കൊണ്ട് 3-4 മാസം ആകുമ്പോഴത്തേക്ക് വളർന്നു തുടങ്ങും. പിന്നെ സാധാരണ ഒരു നോർമൽ ഹെയർ പോലെ തന്നെയാണ്? അല്ല, അത് സാധാരണ അത് നമ്മുടെ തന്നെ സ്വന്തം ഹെയർ ആണ്. സോ ആ എടുക്കുന്ന ഭാഗത്തെ ക്വാളിറ്റി ആയിരിക്കും. ഇപ്പോൾ ഇവിടുന്ന് എടുക്കുന്ന ഹെയർ സെയിം ആണ്. സോ ആ ക്വാളിറ്റി ഹെയർ തന്നെ കിട്ടും. ഇതിനകത്തുള്ള പോരായ്മ വരുന്നത് ഡോണർ ഏരിയയിലുള്ള പോരായ്മയാണ്. അതായത് മുടി വളരെ കുറവായ ഒരാൾക്ക് നമുക്ക് മുടി ഹാർവെസ്റ്റ് ചെയ്യാനായിട്ട് ആവശ്യത്തിന് ഉണ്ടാകില്ല. ഓക്കെ. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ ഹലോ ഹലോ. ചോദിച്ചോളൂ ഡോക്ടറോട്. ഞാൻ സൗദി അറേബ്യയിൽ വിളിക്കുന്നത്. ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് കാലിന് വളവുണ്ട്. അപ്പൊ എന്റെ കുഞ്ഞിന് ഇപ്പൊ 3 വയസ്സായുള്ളൂ. അപ്പൊ അതിന് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയായിരുന്നു. കാലിന് വളവാണോ? അതെ, കാലിന്റെ വളവ്. ഓക്കെ. കാലിന്റെ ഏത് ഭാഗത്തായിട്ടാണ്? ഇത് സ്ട്രിക്ട്ലി കോസ്മെറ്റിക് അല്ല, എന്നാലും
ഹലോ ഹലോ മുട്ടിന് താഴോട്ട് അത് എൻ്റെ സ്പെഷ്യാലിറ്റിയേ അല്ല, അത് ഓർത്തോപീഡീഷ്യനാണ് ഉത്തരം പറയേണ്ടത്. എല്ലുകളുടെ മുട്ടുകാലിലെ എല്ലുകളുടെ പ്രശ്നമാണ്. ഡോക്ടർ, സാധാരണ കണ്ടുവരുന്ന മറ്റൊരു സൗന്ദര്യ പ്രശ്നം എന്ന് പറയുന്നത് ഈ മുഖത്ത് ഇങ്ങനെ തൂങ്ങുക, തൊലി തൂങ്ങിയിട്ടുള്ള പല പ്രശ്നങ്ങളും, അതിന് ഈ ശസ്ത്രക്രിയ എത്രത്തോളം പ്രയോജനം? ഓക്കെ, അതായത് നമുക്ക് ആർക്കും ഫാറ്റ് ഇന്ന് മീഡിയ ഉണ്ടാക്കിയ പ്രോബ്ലം, നമുക്ക് ആർക്കും ഫാറ്റ് ഇഷ്ടമല്ല. പക്ഷേ നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിന് ഒരു പരിധിവരെ ഭംഗി തരുന്നത് ഫാറ്റാണ്. നമ്മുടെ മുഖം തുടിച്ച് ഒരു യൂത്ത്ഫുൾ അപ്പിയറൻസ് തരുന്ന ഫാറ്റാണ് നമുക്ക് ഈ അപ്പിയറൻസ് തരുന്നത്. നമ്മളെല്ലാവരും പ്രായമാകുമ്പോഴത്തേക്ക് വളരെ സിംപ്ലിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ നമ്മുടെ തൊലിയുടെ അടിയിലുള്ള മസിൽസ് ലാക്സ് ആവും. ലാക്സ് ആവുന്നുണ്ടെങ്കിൽ ഫാറ്റ് തൂങ്ങിക്കിടക്കും. ഈ ഭൂമിയുടെ ഗ്രാവിറ്റി കാരണം അത് തൂങ്ങിത്തുടങ്ങും. ഉദാഹരണത്തിന് കഴുത്തിൽ ചുളിവുകൾ വരും, ഡബിൾ ചിൻ വരും, നമ്മുടെ ജോ ലൈൻ സാഗ് ചെയ്യും, കണ്ണിൻ്റെ തടത്തിൽ ബാഗ്സ് ഉണ്ടാകും, ഈ ഭാഗങ്ങൾ കുഴിയും. സോ ഇതിന് എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ല സൊല്യൂഷൻ ഈ ലാക്സായ മസിൽസിനെ ടൈറ്റൻ ചെയ്യുക. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫേഷ്യൽ റീജുവനേഷൻ സർജറി. ടൈറ്റൻ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന, ഇത് ശസ്ത്രക്രിയയാണ്, ഇത് 4-5 മണിക്കൂർ എടുക്കുന്ന ശസ്ത്രക്രിയയാണ്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് ചെയ്താൽ പേഷ്യൻ്റ് അന്ന് തന്നെ വീട്ടിൽ പോകാൻ പറ്റും. ചെയ്യുന്ന അന്ന് ആശുപത്രി കിടക്കേണ്ടി വരത്തില്ല, അന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ പോകാൻ പറ്റും. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഉദ്ദേശം 10 വയസ്സ് കാഴ്ചയിൽ ഒരു 10 വയസ്സ് കുറഞ്ഞിരിക്കും. ആൻഡ് സാധാരണഗതിയിൽ അത് ലാസ്റ്റ് ചെയ്യും. അതായത് നമുക്ക് ഒരു 40 വയസ്സ് ചെയ്താൽ ഒരു ഉദ്ദേശം 30 വയസ്സ് ആളെ കണ്ടാൽ തോന്നും. ആ ആൾ തന്നെ ഒരു 50 വയസ്സാകുമ്പോഴത്തേക്ക് ആൾക്കൊരു 40 ഇയേഴ്സിൻ്റെ ലുക്കേ ഉണ്ടാകത്തുള്ളൂ. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ ഇത്തരം ശസ്ത്രക്രിയകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പാർശ്വഫലങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? പാർശ്വഫലം എന്ന് പറഞ്ഞാൽ കോംപ്ലിക്കേഷൻസ്. തീർച്ചയായിട്ടും നമുക്ക് ലോകത്ത് കോംപ്ലിക്കേഷൻ ഇല്ലാത്ത ഒരു കാര്യവുമില്ല. ഞാൻ ഒന്നിനും കോംപ്ലിക്കേഷൻ ഇല്ലെന്ന് പറഞ്ഞാൽ ഒന്നിൽ എനിക്ക് വിവരമില്ല, അല്ലെങ്കിൽ ഞാൻ കള്ളത്തരം പറയുന്നുണ്ട്. സോ ഇതിനുള്ള കോംപ്ലിക്കേഷൻസ് ഇതിനകത്ത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്, ഇന്നത്തെ കാലത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, പ്രോപ്പർലി ട്രെയിൻഡായ ആൾക്കാർ മാത്രമേ ഈ ടൈപ്പിൽ സർജറി ചെയ്യാൻ പാടുള്ളൂ. ഇതിൻ്റെ ഒരു മേജർ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇതൊരു വലിയ ഹ്യൂജ് ഇൻഡസ്ട്രിയാണ്. സോ ഇന്ന് പ്രോപ്പർലി ട്രെയിൻഡ് അല്ലാതെ, അല്ലെങ്കിൽ ഇന്ന് ലോകത്തൊരിടത്തും ഒരു ലെജിസ്ലേഷൻ ഉണ്ടായിട്ടില്ല ഇന്ന ആൾ മാത്രമേ, ഇന്ന ട്രെയിനിങ് കഴിഞ്ഞാൽ മാത്രമേ കോസ്മെറ്റിക് സർജൻ എഴുതി വയ്ക്കാൻ പാടുള്ളൂ. സാധാരണഗതിയിൽ ഒരു പ്രോപ്പർലി ട്രെയിൻഡ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് സർജൻ ആണ് ഈ ടൈപ്പിൽ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. ഒരു പ്ലാസ്റ്റിക് സർജൻ എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ച് ഐ തിങ്ക് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. പ്ലാസ്റ്റിക് സർജൻ എന്ന് പറഞ്ഞാൽ ഒരു MBBS ഡോക്ടർ ആയിരിക്കണം. അത് കഴിഞ്ഞിട്ട് പുള്ളി ഒരു ജനറൽ സർജൻ, മാസ്റ്റേഴ്സ് ഇൻ സർജറി ട്രെയിൻഡ് ആകണം. വീണ്ടും പ്ലാസ്റ്റിക് സർജറി ട്രെയിൻഡ് ആവണം. വീണ്ടും കോസ്മെറ്റിക് സർജറി ട്രെയിൻഡ് ആയാൽ മാത്രമേ ധാരാളം കടമ്പകൾ പാലിക്കുന്നില്ല. 1. 2, ഏത് പ്രൊസീജിയർ ചെയ്താലും അതിന് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാം. ഉദാഹരണത്തിന് ഞാൻ ഇന്ന് തിരിച്ച് ആശുപത്രിയിലോട്ട് പോകുന്ന വഴിക്ക് എനിക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടാകാം. ഇതുപോലെ നമ്മൾ ഈ ടൈപ്പ് എനി കോസ്മെറ്റിക് സർജറി, ഉദാഹരണം എന്ത് പ്രൊസീജിയർ ചെയ്താലും അതിന് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാം. പക്ഷേ സാധാരണ ഈ ടൈപ്പ് സർജറിക്ക് കോംപ്ലിക്കേഷൻസ് വളരെ കുറവാണ്. കാര്യം നമ്മൾ കോസ്മെറ്റിക് സർജറി ചെയ്യുമ്പോൾ മറ്റേ സർജറി പോലെയല്ല, നമ്മൾ എടുക്കുന്ന പ്രിക്കോഷൻസ് വളരെ കൂടുതലാണ്.